നോക്കുന്നത് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലും റിഡീം ചെയ്യുന്നത് പാറിലും ആയുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇഷ്യൂ ചെയ്യുന്നത് പാറിലും റിഡീം ചെയ്യുന്നതും പാറിലും. ഇപ്രാവശ്യം ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിലാണ്. റിഡീം ചെയ്യുന്നത് പാറിലും. ഓക്കെ. എനിവേ, ഓസ്കാർ ലിമിറ്റഡ് ഇഷ്യൂഡ് 2,508% redeemable preference shares ₹100 each. Fully paid up, the company decided to redeem this preference shares at by issue of sufficient number of equity shares of ₹10 each at a premium of ₹1 per share fully paid up. Past journal entries in the books of the company. അതായത് 2,500 ഷെയർസ് ആണ് 100 രൂപയുടെ 2,500 ഷെയർസ് ആണ് ഇവരിവിടെ റിഡീം ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? 10 രൂപയുടെ സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 11 രൂപയ്ക്കാണ് അവരവിടെ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ട് നോക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? 2,500 ഷെയർസ് ആണ് അവർ റിഡീം ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എത്ര രൂപയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കണം. കമ്പനി റിഡീം ചെയ്യുമ്പോൾ അവർക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ 2,500 × 100 വരും. അപ്പോൾ എത്ര കിട്ടും? 2,50,000 വരും. 2,50,000 രൂപയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. നമുക്ക് എന്തായാലും വർക്കിംഗ് നോട്ട് നോക്കാം. ഇതാണ് വർക്കിംഗ് നോട്ട്. ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റിഡീംഡ് എന്ന് പറയുമ്പോൾ 2,50,000. ഇതെങ്ങനെയാണ് വന്നേ? 2,500 ഷെയർസ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇഷ്യൂ റിഡീം ചെയ്യാനുള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ 2,500 × 100 = 2,50,000. ഓക്കെ, പ്രൊസീഡ്സ് പെർ ന്യൂ ഷെയർ. ഒരു ഷെയറിൻ്റെ പ്രൈസ് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 രൂപയാണ്. ഓക്കെ, അപ്പോൾ 10 രൂപയാകുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ടു ബി റിഡീംഡ്. അപ്പോൾ മറ്റേ എമൗണ്ട്, അതായത് പ്രീമിയത്തിൻ്റെ 1 രൂപ ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കരുത്. ഈ 2,50,000 ഈ 10 കൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2,50,000 ഡിവൈഡ് ബൈ 10 = 25,000. 25,000 ഷെയർസ് വേണം നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. 25,000 ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഈ 2,50,000 എന്നുള്ള എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രീസ് നോക്കാം. പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിലാണ്. ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാകുമ്പോൾ ഇവിടെ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കൂടെ അഡീഷണൽ ആയിട്ട് എഴുതണം. ഓക്കെ, അതായത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ എങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മൾ പറഞ്ഞു 25,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഇഷ്യൂ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? 25,000 ഇതെങ്ങനെ കിട്ടിയേ? ഈ 2,50,000 10 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ പ്രൈസാണ്. 10 ഡിവൈഡ് ചെയ്തപ്പോൾ 25,000 കിട്ടി. അപ്പോൾ 25,000 ഷെയർസ് ഇൻറ്റു 1 രൂപയാണ് പ്രീമിയം വരുന്നത്. അപ്പോൾ 25,000 × 1 = 25,000 വരും. അതാണ് പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത്. നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000. അതാണ് ഇത്. അതായത് 25,000 ഷെയർസ് 10 രൂപയുടെ, അതാണ് 2,50,000. ഈ 2 എമൗണ്ടും കൂടിയാണ് നമ്മൾ ബാങ്കിക്ക് ക്രെഡിറ്റ് ആവുക. പ്രീമിയം എമൗണ്ടും അതുപോലെ തന്നെ നോമിനൽ വാല്യൂയും കൂടെ 2,50,000 പ്ലസ് 25,000 = 2,70,75,000. ഓക്കെ, അതാണ് ഇത് പറയുന്നത്. 1 രൂപ പ്രീമിയം ആണ് കേട്ടോ. ഇഷ്യൂ ഓഫ് 25,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പ്രീമിയം ഓഫ് ₹1 പെർ ഷെയർ. ഒരു ഷെയറിനാണ് 1 രൂപ അവിടെ പ്രീമിയം വന്നിട്ടുള്ളത്. അപ്പോൾ 25,000 ഷെയർസ് ആണുള്ളത്. അപ്പോൾ 25,000 × 1 25,000. ഓക്കെ, ഇനി നെക്സ്റ്റ് ജേർണൽ എൻട്രി നോക്കാം. നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ക്യാഷ് കിട്ടി. നമുക്ക് എത്ര രൂപ കിട്ടി? 2,75,000 കിട്ടി. നമുക്ക് 2,50,000 മതി. 25,000 രൂപ, അതായത് പ്രീമിയം എമൗണ്ട് നമ്മൾ റിഡീം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യരുത്. നമ്മളിത് 2,50,000 മതി, അത് തന്നെ മതി നമുക്ക്. ഓക്കെ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമ്മൾ റിഡീം ചെയ്യാണ് 2,50,000. ഇതെങ്ങനെയാണ് കിട്ടിയത്? അതായത് 5,000 ഷെയർസിന് പ്രൈസ് 100 രൂപയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട്. 2,500 ഷെയർസിൻ്റെ 2,500 × 100. 2,500 ഷെയർസ് ആണ് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അതാണ് 2,50,000 വന്നത്. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അത് ഡ്യൂ ആണ്. എമൗണ്ട് ഡ്യൂ ആണ്, റിഡംഷന് വേണ്ടി ഡ്യൂ ആണ്. പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയാണ്. എത്ര? 2,50,000 രൂപ. ഓക്കെ,
നമ്മൾ കഴിഞ്ഞ ജേർണൽ എൻട്രി നമ്മൾ എന്താ ചെയ്തേ, നമ്മൾ ഇവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് നമ്മൾ കണ്ടെത്തി. എങ്ങനെയാണ് കണ്ടെത്തിയേ? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്, അത് പ്രീമിയത്തിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. 10 രൂപയായിരുന്നു ഒരു ഷെയറിന്റെ പ്രൈസ്, നമ്മൾ 11 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. ടോട്ടൽ എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്തേ? അതായത് 2,50,000 ആയിരുന്നു റെഡീം ചെയ്യേണ്ടത്. അപ്പോൾ 2,50,000 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഷെയറിന്റെ ഇക്വിറ്റി ഷെയറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 10 രൂപയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 25,000 ഷെയർസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു? ഇഷ്യൂ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ 25,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. 25,000 ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് 2,50,000 കിട്ടി. അഡീഷണൽ ആയിട്ട് 25,000 രൂപയും കിട്ടി, പ്രീമിയം എമൗണ്ട്. പ്രീമിയം എമൗണ്ട് ഒരിക്കലും നമ്മൾ നോമിനൽ വാല്യൂ റിഡീം ചെയ്യാൻ വേണ്ടി എടുക്കരുത്. നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഇഷ്യൂവും ചെയ്തു. അതിനുശേഷം പിന്നെ റിഡീം ആദ്യം ഡ്യൂ ആയി. ഡ്യൂ ആവുക എന്ന് പറയുമ്പോൾ 2,500 ഷെയർസാണ് 100 രൂപയുടെ നമ്മൾ എന്താ ചെയ്യാണ്? വാങ്ങിക്കുകയാണ്, ഡ്യൂ ആവുകയാണ്. 2,500 × 100 = 2,50,000. പിന്നെ അത് നമ്മൾ അവർക്ക് കൊടുത്തു. കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. അപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന്, നമ്മുടെ ബാങ്കിൽ നിന്നല്ലേ ക്യാഷ് പോകുന്നത്, അപ്പോൾ നമ്മുടെ ബാങ്കിൽ പൈസ കുറയും. അതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക്, 2,50,000. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലും റിഡീം ചെയ്യുന്നത് പാറിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ സെയിം മോഡൽ തന്നെ നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇനി പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ബി ലിമിറ്റഡ് ഹാഡ് 3,000 9% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹200 ഈച്ച് ഫുള്ളി പെയ്ഡ് അപ്പ്. ദ കമ്പനി ഡിസൈഡ് ടു റിഡീം ദിസ് preference shares at par by issue of sufficient number of ordinary shares of ₹25 each at a premium of 2 per share as fully paid up. Write journal entries. അതായത് ഇവിടെ എന്താ പറയുന്നത്? 3,000 പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. 3,000 പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റിഡീം ചെയ്യേണ്ടത് പാറിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡിനറി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, 25 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ് പറയുന്നത്. 27 രൂപയ്ക്കാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്, അതായത് പ്രീമിയം രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ അത് ഫുള്ളി പെയ്ഡപ്പ് ആണ്. റൈറ്റ് ദി ജേർണൽ എൻട്രീസ്. ഓക്കെ, നമുക്ക് ആദ്യം വർക്കിംഗ് നോട്ട് നോക്കാം. വർക്കിംഗ് നോട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ ഫേസ് വാല്യൂ ഷെയർസ് ടു ബി റെഡീംഡ്, അതായത് 3,000 ഷെയർസ് ആണ് അവിടെയുള്ളത്. ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പോൾ 6 ലക്ഷം രൂപയൊക്കെയാണ് നമ്മൾ റെഡീം ചെയ്യേണ്ടത്. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ 6 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, 6 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എമൗണ്ട് 6 ലക്ഷം രൂപ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയാം. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 രൂപ. അപ്പോൾ ഈ 6 ലക്ഷത്തിനെ 25 ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 24,000 രൂപ കിട്ടും. 24,000 × 25 6 ലക്ഷം രൂപയായി. ഓക്കെ, കിട്ടി. പ്രീമിയം എന്ന് പറയുന്നത് 2 രൂപയാണ്. 24,000 ഷെയർസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 2 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രീമിയം വരുന്നത് 2 രൂപയാണ്. അപ്പോൾ 24,000 × 2 48,000 രൂപയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഈ പ്രീമിയം എമൗണ്ട് ഒരിക്കലും നമ്മൾ നോമിനൽ വാല്യൂ റിഡീം ചെയ്യാൻ വേണ്ടി എടുക്കരുത് കേട്ടോ. അത് നമ്മൾ അതായത് പ്രീമിയം എമൗണ്ട് അല്ലാത്ത ഒറിജിനൽ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രമേ നമ്മൾ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ 48,000 രൂപ നമുക്ക് പ്രീമിയം എമൗണ്ട് വരുന്നുണ്ട്. 6 ലക്ഷം രൂപയാണ് നമുക്ക് ടോട്ടലായിട്ട് എന്ത് ചെയ്യാനുള്ളത്? റിഡീം ചെയ്യാനുള്ളത്. 25 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ്. 24,000 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. 2 രൂപയാണ് പ്രീമിയം വരുന്നത്. അപ്പോൾ പ്രീമിയം എമൗണ്ട് 48,000 ടോട്ടൽ വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് ആദ്യം ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജേർണൽ എൻട്രീസ് നോക്കാം. ജേർണൽ എൻട്രി നോക്കാം. ജേർണൽ എൻട്രി നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യണം. ഇഷ്യൂ ചെയ്തിട്ട് എമൗണ്ട് കണ്ടെത്തിയതിന് ശേഷമാണ് റിഡീം ചെയ്യുക. സോ നമുക്ക് ആദ്യം ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇതാണ് നമുക്ക് ജേർണൽ എൻട്രി വരിക. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് ആയതുകൊണ്ട്. പ്രീമിയത്തിലല്ല പാറിലാണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റിൽ ഇതുണ്ടല്ലോ, ഇതുണ്ടാവില്ല. ഇത് 2 മാത്രമായിരിക്കും. ഓക്കെ, എനിവേ, അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എങ്ങനെ കിട്ടി? അതായത് 24,000 ഷെയർസ് ആണ് നമ്മളിവിടെ ഇഷ്യൂ ചെയ്യുന്നത്. 25 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ്. അത് നമ്മൾ നേരത്തെ വർക്കിംഗ് നോട്ടിൽ കണ്ടു. ഓക്കെ, 24,000 × 25 6 ലക്ഷം. ഓക്കെ,
പ്രീമിയം എമൗണ്ട് പറഞ്ഞത് ഒരു ഷെയറിന് 2 രൂപ എന്നാണ്. അപ്പോൾ ഇവിടെ 24,000 ഷെയർസ് ഉണ്ട്. 24,000 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 48,000 രൂപ. അപ്പോൾ 6,48,000 രൂപയാണ് നമ്മൾ പ്രീമിയം ആയിട്ടും ക്യാപിറ്റലായിട്ടും എങ്ങോട്ട് പോകുന്നത്, ബാങ്കിലോട്ട് പോകുന്നത്. ഇതാണ് ഈ 6,48,000. ഇതിൽ കിട്ടിയതിൽ വല്ല ഡൗട്ടുണ്ടോ ഇനി? അതായത് 24,000 എങ്ങനെ കിട്ടിയേ? നമ്മൾ കണ്ടു 6 ലക്ഷം രൂപയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റെഡീം ചെയ്യേണ്ടത്. അപ്പോൾ 6 ലക്ഷം രൂപയ്ക്ക് ഇവർ 25 രൂപയുടെ ഒരു ഷെയറാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 6 ലക്ഷം ഡിവൈഡഡ് ബൈ 25 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 24,000 കിട്ടി. ഓക്കെ, 24,000 രൂപയുടെ 25 ഷെയർ, അപ്പോൾ 6 ലക്ഷമായി. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 രൂപ പ്രീമിയം. അപ്പോൾ 24,000 2 ഈക്വൽ ടു 48,000. അപ്പോൾ 48,000 നമുക്ക് എന്ത് വന്നു, പ്രീമിയം വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള എമൗണ്ട് നമ്മളേക്ക് എങ്ങോട്ട് പോകും, ബാങ്കിലോട്ട് പോകും. അതാണ് ഇത്. ഓക്കെ, അത് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് എമൗണ്ട് നെറേഷനാണിത്. ഇഷ്യൂ ഓഫ് 3,000 ഷെയർസ് ഓഫ് ₹25 ഈച്ച് അറ്റ് പ്രീമിയം ഓഫ് ₹2 പെർ ഷെയർ. ഇവിടെ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ, 3,000 അല്ല 24,000 ആണേ. ഓക്കെ, കാരണം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 24,000 അല്ലേ, 25 രൂപയുടെ ഷെയർസ്. ഓക്കെ, 24,000 രൂപയുടെ ഷെയറാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ഓഫ് 24K ഷെയർസ് ഓഫ് ₹25 ഈച്ച് അറ്റ് പ്രീമിയം ഓഫ് ₹2 പെർ ഷെയർ. ഓക്കെ, അതാണ് ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റത്തെയാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമുക്ക് എമൗണ്ട് ക്യാഷ് കിട്ടി, ഇഷ്യൂ ചെയ്തിട്ട് ക്യാഷ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എമൗണ്ട് അവർക്ക് കൊടുക്കാൻ റെഡി ആവണം. ഓക്കെ, അത് ഡ്യൂ ആവുന്നതാണിത്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 6 ലക്ഷം രൂപയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. 6,48,000 ഒന്നും കൊടുക്കേണ്ട, 6 ലക്ഷമാണ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത്. ഇത് പ്രീമിയം എമൗണ്ട് ആണ് 48,000. ആ 48,000 അവർക്ക് കൊടുക്കണ്ട കേട്ടോ. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് അത് 3,000 ഇൻറ്റു 200. അതായത് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 ആണ്. 3,000 ഷെയർസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, റിഡീം ചെയ്യാനുള്ളത്. അപ്പം 3,000 ഇൻറ്റു 200 ഈക്വൽ ടു 6 ലക്ഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്. എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷൻ. ഓക്കെ, റിഡംഷന് വേണ്ടി ഡ്യൂ ആയിട്ടുള്ളത് നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 6 ലക്ഷം രൂപ നമ്മൾ അവർക്ക് കൊടുത്തു. അതോടുകൂടി ജേണൽ എൻട്രി അവസാനിക്കുകയാണ്. ഇനി ഇത് കൂട്ടിയെഴുതും. ഓക്കെ, ഇതാണ് ഇത് വരുന്നത്. ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ഇഷ്യൂ ചെയ്തു, അതിനുശേഷം പിന്നെ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഡ്യൂ ആയി, പിന്നെ അവർക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. ഓക്കെ, ഇത് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, മനസ്സിലായോ? അതാണ് കേട്ടോ ഇത് പറയുന്നത്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലും റിഡീം ചെയ്യുന്ന പാർലും തമ്മിലുള്ള 2 പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫ്രഷ് ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പ്രീമിയം. അതായത് രണ്ടും പ്രീമിയത്തിൽ ചെയ്താൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതും കൂടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.